The best investment I ever made എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. On the second day out from New York, while making the round of promenade deck, I suddenly became aware that one of the passengers was watching me closely. Following me with his gaze, every time I passed, I wanted to rush to avoid the tedium of casual and importunate shipboard contacts. I gave no signs of having noticed the man. അപ്പോൾ ന്യൂയോർക്കിലേക്കുള്ള യാത്രയുടെ രണ്ടാം ദിവസം കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരു യാത്രയുടെ രണ്ടാം ദിവസം ഇദ്ദേഹത്തിന് ഈ നമ്മുടെ സ്പീക്കറിനെ ആരോ ഇങ്ങനെ വാച്ച് ചെയ്യുന്നതായിട്ട് ക്ലോസ്ലി ആയിട്ട് വാച്ച് ചെയ്യുന്നതായിട്ട് തോന്നി. അപ്പോൾ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നി. പക്ഷേ ഇദ്ദേഹം നോട്ടീസ് ചെയ്യുന്ന ആളിനെ അധികം മൈൻഡ് ഒന്നും ചെയ്തില്ല. Yet there was something importunate about him. On the contrary, he seemed affected by a trouble rather than touching difference. He was in his early 40s, rather short in build, with a fair complexion of clear blue eyes. His thin hair had begun to recede from his forehead. His dark suit, sober tie, and rimless spectacles gave evidence for a serious and reserved disposition. At this point of the bugle sounded for dinner. I went below. അപ്പോൾ ഇദ്ദേഹം എന്നാലും ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തിന് നോക്കുന്നുണ്ട്. എന്തോ സംതിങ് ഇദ്ദേഹത്തിന് ഫീൽ ചെയ്തു, അത് നരേറ്ററിന് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മുടെ നോക്കുന്ന ആൾ ഒരു ഏകദേശം 40 വയസ്സോളം പ്രായം വരുന്ന ഷോർട്ടായിട്ട് ബിൽഡ് ചെയ്ത അല്ലെങ്കിൽ അത്രയ്ക്കും നല്ല ഫിസിക്കൽ അല്ലെങ്കിൽ ഉള്ള ആളല്ല. ക്ലിയർ ബ്ലൂ ഐസുള്ള ഫ്രണ്ടിൽ നിന്നൊക്കെ മുടിയൊക്കെ കൊഴിയാൻ ആരംഭിച്ച ഒരാളാണ്. അപ്പം 40 വയസ്സോളം പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഡാർക്ക് സ്യൂട്ടൊക്കെ ഇട്ട് ഒരു സോബർ ടൈയൊക്കെ വെയർ ചെയ്ത് സ്പെക്ടക്കിൾസൊക്കെ റിംലെസ് സ്പെക്ടക്കിൾസൊക്കെ വെച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഡിന്നറിനുള്ള ബ്യൂഗിൾ അടിക്കുകയും അദ്ദേഹം പോവുകയും ചെയ്തു. On the following forenoon, I again observed my fellow voyager watching me earnestly from his deck chair. Now a lady was with him, obviously his wife. The situation by this time had begun to intrigue me. I discovered from my steward that there were all Mr. and Mrs. Jonas, who was a small suburb of London. When another day passed without event, I began to feel certain that Mr. S. would remain too shy to carry about his obvious desire to approach me. However, on the final evening at the sea, Mrs. S decided the matter. With a firm pressure on his hand and a whispered word in his ear, she urged her husband towards me, and as I passed along the deck. അപ്പോൾ ഇദ്ദേഹം വീണ്ടും ഇദ്ദേഹത്തെ നമ്മുടെ സ്പീക്കറിനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ലേഡി കൂടി ഉണ്ടായിരുന്നു. ഒബിയസ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ വൈഫായിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഈ ഷിപ്പിലെ ആൾക്കാരുടെ അടുത്ത് ഇദ്ദേഹം തിരക്കി, നമ്മുടെ സ്പീക്കർ തിരക്കി, നരേറ്റർ തിരക്കി. അപ്പോൾ അറിയാൻ പറ്റിയത് അദ്ദേഹം മിസ്റ്റർ ജോണസ് ആണ്, അദ്ദേഹത്തിൻ്റെ വൈഫാണ് മറ്റത്. അപ്പോൾ ഈ മിസ്റ്റർ ജോൺസിന് നമ്മുടെ സ്പീക്കറിൻ്റെ അടുത്ത് സംസാരിക്കാൻ എന്തോ ഷൈ അല്ലെങ്കിൽ എന്തോ ഒരു അവമാനവും അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിസ്സിസ് ആണ് ഇദ്ദേഹത്തിനെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്ന് സംസാരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എക്സ്ക്യൂസ് മീ ഡോക്ടർ, I wonder if I might introduce myself. He spoke almost breathlessly, offering me the visiting card he held in his hand and studying my face to see if the name meant anything to me. Then, as it plainly did not, he went on with the same awkwardness. If you could spare a few minutes, my wife and I would like to have a word with you. അപ്പോൾ വന്ന് ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് നമ്മുടെ നോക്കിക്കൊണ്ടിരുന്ന ആൾ. അപ്പോൾ എക്സ്ക്യൂസ് മീ, എനിക്ക് നിങ്ങളെ പരിചയപ്പെടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയാമോ എന്ന് പറഞ്ഞ് വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പേര് കേട്ട് മനസ്സിലാവുമോ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ, അതായത് നമ്മുടെ നരേറ്ററിൻ്റെ മുഖമൊക്കെ ഒന്ന് വീക്ഷിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കും എൻ്റെ വൈഫിന് നിങ്ങളുടെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. A moment later, I was occupying the vacant chair beside them. Haltingly, he told me that this had been their first visit to America. It was not entirely a holiday trip. They had been making a tour of the New England states, inspecting many of the summer recreational camps for young people there. Afterward, they had settlement house in New York and other cities to study the methods employed in dealing with a case of backward, maladjusted and delicate youth. അപ്പം ഇദ്ദേഹം പറയുന്നുണ്ട്, ഇത് അവരുടെ ഫസ്റ്റ് അമേരിക്കൻ ട്രിപ്പാണ്. അവർ ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സിലൊക്കെ ടൂർ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഒരു ഹോളിഡേ ടൂർ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല. ന്യൂയോർക്കിൽ പോയിട്ട് അവിടെ ന്യൂയോർക്കിലും മറ്റ് സിറ്റികളിലുമൊക്കെ ഇങ്ങനെ
കുട്ടി അല്ലെങ്കിൽ യുവത്വത്തെ യുവാക്കളായ ആൾക്കാരെ ഇങ്ങനെ വഴിതെറ്റിപ്പോയി അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കേസുകളിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ പെട്ട അല്ലെങ്കിൽ മോശമായി നടക്കുന്ന യൂത്ത്സിനെ ശരിയാക്കാൻ വേണ്ടി നടക്കുന്ന ഒരാൾക്കാരാണ്. There was in his voice and manner indeed the whole personality, a genuine enthusiasm that was disarming. I found myself liking him instinctively. Questioning him further, I learned that he and his wife had been active for the past 15 years in the field of youth welfare. He was by profession a solicitor, but in addition to his practice at the courts, found time to act as a director of a charitable organization devoted to the care of boys and girls, mostly from city slums, who had fallen under the ban of the law. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാര രീതിയിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹം ഒരു ജെൻറ്റിൽമാൻ ആയിരുന്നു. അദ്ദേഹം ഏകദേശം 10-15 വർഷത്തോളമായി ഈ യൂത്ത്സിനെ ശരിയാക്കാൻ അല്ലെങ്കിൽ യൂത്ത്സിൻ്റെ വെൽഫെയറായിട്ട് നടക്കുന്ന ഒരാളാണ്. അദ്ദേഹം പ്രൊഫഷണലി ഒരു സോളിസിറ്ററാണ്. അതുമാത്രമല്ല ഒരുപാട് ചാരിറ്റബിൾ ഓർഗനൈസേഷനെ മറ്റും ഒക്കെ ഹെഡായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചു വരുന്നുണ്ട്. As he spoke with real feeling, I got a vivid picture of the work these two people were doing. I learned how they took derelict adolescents from the juvenile courts and placing them in a healthy environment, healed them in mind and body and sent them back into the world. They were given training in a useful handicraft which made them fit to make their place as worthy members of the community. It was work of redemption that stirred the heart, and I asked what the directed his life into this channel. അപ്പോൾ ഈ അവരുടെ സംസാരത്തിന് അല്ലെങ്കിൽ റിയൽ ഫീലിങ്ങിനോടുള്ള സംസാരത്തിന് തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് സംഭവം എന്താ, ഇവരുടെ പ്രവർത്തന രീതിയിലേക്ക് ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ ഈ അഡോൾസൻസിന് അല്ലെങ്കിൽ ഈ കുട്ടികളെ അല്ലെങ്കിൽ കൗമാരക്കാരെ ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ്, ജുവനൈൽ ഹോട്ടലല്ല, ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ് വളർത്തുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. The question had a strange effect upon him. Sharp breath and exclaimed, "You still do not remember me?" I shook my head. To the best of my belief, I never in my life seen him before. പക്ഷേ ഇദ്ദേഹത്തിന്, അതായത് നമ്മുടെ ഡോക്ടറിന് ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം നമ്മുടെ അതേ മാൻ ജോൺ, അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായാൽ നിങ്ങൾ ഇതുവരെ എന്നെ ഓർക്കുന്നില്ലേ. അപ്പം ഇത് ഇപ്പോഴും ഡോക്ടർക്ക് നമ്മുടെ ജോണിന് ഓർമ്മ വന്നിട്ടില്ല. I have wanted to get in touch with you for many years, he went on, under increasing stress, but I was never able to bring myself to do so. Then bending near, he spoke a few words tensely in my ears. At that, slowly the veils parted. My thoughts went back a quarter of a century, and with a start I remembered the sole occasion when I had seen this man before. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാനൊരു ഒരുപാട് കാലമായി നിങ്ങളെ കാണണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പരിചയപ്പെടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെയായിട്ട് ടച്ചിലാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പതുക്കെ വന്ന് ഈ ജോൺ ഈ ഡോക്ടറുടെ ചെവിയിൽ എന്തോ പതുക്കെ പറയുകയാണ്. ഈ പറഞ്ഞ വാക്കുകളിൽ നമ്മുടെ ഡോക്ടറുടെ മെമ്മറീസ് ഒരു 10-25 വർഷം പിറകോട്ട് പോയി. I was a young doctor at the time and had just set up a practice in a working class district of London. On a foggy November night, towards 1 o'clock, I was awakened by a loud banging on the door. Hurriedly, I threw on some clothes and went downstairs. It was a sergeant of police in dipping helmet and cape, mistily outlined on the doorstep, a suicide case. He told me abruptly, in the lodgings around the corner, I had better come at once. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഡോക്ടർ വളരെ യങ് ആയിരുന്നു, ഒരു പ്രാക്ടീസൊക്കെ തുടങ്ങിയ സമയമായിരുന്നു. അങ്ങനെ ഒരു രാത്രി ഏതോ സൗണ്ട്, ഇങ്ങനെ കതവി മുട്ടുന്ന ഒരു സൗണ്ട് കേട്ടു. ഇദ്ദേഹം വന്ന് തുറന്നു നോക്കിയപ്പോൾ അതൊരു സർജനാണ്, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണ്. എന്നിട്ട് പറയുന്നുണ്ട് അതൊരു സൂയിസൈഡ് കേസുണ്ട്, ഒന്ന് വന്ന് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. We walked the short distance in silence, even our footsteps muffled by the fog, and turned into the narrow entrance of the old building. As we mounted the creaking staircase, my nostrils were stung by the sweet odor of illuminating gas. On the upper story, the agitated landlady showed us to a bare little attic where, stretched on a narrow bed, lay the body of a young man. അപ്പോൾ കുറച്ച് ദൂരം, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ റൂമിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ
ഈ സംഭവം നടന്ന സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്ന സ്ഥലത്തേക്കുള്ളൂ. ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി പഴയ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ കയറി. അവിടെ ഒരു ലാൻഡ് ലേഡി നിൽപ്പുണ്ട്. അവരുടെ അടുത്തായിട്ട് ഒരു ബെഡിൽ ഇങ്ങനെ ഈ യങ് മാൻ്റെ ബോഡി. Although apparently lifeless, there remained the barest chance that the youth was not quite beyond recall. With the surgeon's help, I began the work of resuscitation. For an entire hour, we labored without success. Despite our most strenuous exertions, it appeared useless. Then, as we were about to give up, completely exhausted, there broke from the patient a shallow, convulsive gasp. Half an hour of redoubled efforts, and we had the young sitting up, gazing at the dazedly. Slowly he seemed to be realizing the horror of his situation. അപ്പോൾ ഈ പേഷ്യൻറ്റിന് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വലിയ ചാൻസ് ഒന്നുമില്ല. ഇവർ നല്ല രീതിയിൽ ഈ ബാക്കിയുള്ളവർ ഡോക്ടർ ഉൾപ്പെടെ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം ശ്രമിച്ചു, നല്ല രീതിയിൽ ശ്രമിച്ചു. പക്ഷേ ഒരു റിക്കവറിയുടെ ചാൻസും കാണിക്കുന്നില്ല. പക്ഷേ ഈ അവസാനം ഇവർ നിരാശരായപ്പോൾ ഈ പേഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആശ്വാസം എന്ന പോലെ ഒരു നെടുവീർപ്പ് വന്നു. അപ്പോൾ ഇത് വീണ്ടും കുറച്ച് കൂടി ഹോപ്പ് കൊടുക്കുകയും അവർ എഫേർട്ട് ഇടാൻ തുടങ്ങുകയും ചെയ്തു. As he regained his strength, he told us his story. His parents were dead. An uncle had found him a position as clerk in London solicitor's office. He had been in the city only 6 months, utterly friendless. He had fallen victim to the low society of the street. He had made bad companions and, like a young fool eager to taste pleasure far beyond his means, had begun to bet on the horses. Soon he had lost all his small savings, had pledged his belongings, and owed the bookmakers a disastrous amount. In an effort to recover, he had taken a sum of money from the office safe from a final gamble that he was assured was certain to win. But this last effort, that resort, had failed. Terrified of the prosecution that must follow, sick at heart, sunk in despair, he had shut himself in the room and turned on the gas. അപ്പോൾ അദ്ദേഹം ഇവരുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് പതുക്കെ റിക്കവറായിട്ട് വന്നു. എന്നിട്ട് നമ്മുടെ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ആൾ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പാരൻസ് ഡെഡായിരുന്നു, മരിച്ചുപോയി. ഒരു അങ്കിളാണ് ഇദ്ദേഹത്തിന് ലണ്ടൻ സോളിസിറ്ററിൻ്റെ ഓഫീസിലെ ക്ലർക്കായിട്ട് ഒരു പൊസിഷൻ നേടിക്കൊടുക്കുന്നത്. ഏകദേശം 6 മാസമായി സിറ്റി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഫ്രണ്ടും ഇല്ല. അങ്ങനെ ഈ ലൂസ് സൊസൈറ്റിയിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അവസാനം ഹോഴ്സിൽ കുതിരപ്പന്തയത്തിന് ഏർപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ സ്മാൾ സേവിങ്സ് എല്ലാം ഇതിനകത്ത് പോയി. അങ്ങനെ ഒരുപാട് രൂപ കടത്തിലാവും. അവസാനം ഇതെല്ലാം തിരിച്ചു പിടിക്കാനെന്നോണം ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ച് പൈസ മോഷ്ടിക്കും. ഇതും വെച്ച് എന്ത് ചെയ്യും, ഗാമ്പിൾ ചെയ്യും, അല്ലെങ്കിൽ ബെറ്റ് ചെയ്യും. അപ്പോൾ ഈ പൈസയും പോവും. അതോടുകൂടി പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ കുറ്റവിചാരണ പേടിച്ച് ഇദ്ദേഹം റൂമിൽ കയറി കതകടച്ച് ഗ്യാസ് ഓണാക്കി ആത്മഹത്യ ശ്രമിക്കുകയാണ് ചെയ്തത്. A long bar of silence throbbed in the little attic when he concluded this halting confession. Then gruffly the surgeon asked how much he had stolen. 7 pounds 10 shillings. The answer sounded pitifully. For this paltry sum he had almost thrown away his life. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കൺഫെഷൻ അല്ലെങ്കിൽ കുറ്റസമ്മതമൊക്കെ കേട്ടതിന് ശേഷം ഈ സർജൻ ചോദിക്കുകയാണ്, എത്ര രൂപയാണ് മോഷ്ടിച്ചതെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് 7 pounds 10 shillings, ഏകദേശം 7 പൗണ്ടും 10 ഷില്ലിങ്ങും. ഈ ഒരു ചെറിയ നിസ്സാരപ്പെട്ട എമൗണ്ടിന് വേണ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ കളയാൻ നോക്കിയത്. There was a pause. The three of us, the surgeon, the landlady and me, as the sole witness of the near tragedy, had the same unspoken thought in our minds. We decided to give the young man a fresh start. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇദ്ദേഹത്തിൻ്റെ കഥയെ കേട്ട് ഒരു പോസിന് ശേഷം ഒന്ന് നിർത്തി ഇവർ 3 പേരും, അതായത് സർജൻറ്റും ലാൻഡ് ലേഡിയും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടറും ഇദ്ദേഹത്തിനൊരു പുതിയ ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചു.
The surgeon, at considerable risk to his job, resolved to make no report upon the case so that no court proceedings would result. The landlady offered a month's free board until he should get upon his feet again, while I, making perhaps the least contribution, came forward with £7 10 shillings for him to put back in the office. അപ്പോൾ ഇവർ മൂന്നുപേരും ചെയ്തതെന്ന് വെച്ചാൽ ഈ സർജൻറ്റ് തൻ്റെ ജോലി തന്നെ റിസ്കിൽ വെച്ച് ഈ കേസൊന്നും ഒഴിവാക്കി കൊടുത്തു. ലാൻഡ് ലേഡി എന്ന് വെച്ചാൽ ഒരു മാസത്തേക്ക് ഫ്രീ ബോർഡ് അല്ലെങ്കിൽ താമസ സൗകര്യം, ഈ ഇദ്ദേഹം തൻ്റെ കാലിൽ തന്നെ ഉറച്ചെണീച്ച് നിൽക്കുന്നത് വരെയുള്ള ഫ്രീ കാര്യങ്ങളൊക്കെ ഈ ലാൻഡ് ലേഡി നോക്കാമെന്ന് നമ്മുടെ ഡോക്ടറാണ് ഏറ്റവും ചെറിയ കോൺട്രിബ്യൂഷൻ ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ ഓഫീസ് സേഫിൽ തിരിച്ചു വയ്ക്കാനുള്ള £7 10 shillings കൊടുക്കുകയും ചെയ്തു. The ship moved on through the still darkness of the night. There was no need of speech. With a tender gesture of Mrs. S had taken her husband's hand, and as we sat in silence, I could not but reflect that it was the best investment I had made in my life. It had paid me no dividends in worldly goods, but had turned out to be immensely profitable. It stood out against all the bad investment I had made throughout the years through folly speculations of material gain, producing only anxiety, disappointment and frustration. അപ്പോൾ ഈ ഷിപ്പ് ഡാർക്ക്നെസ്സിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് അപ്പോൾ അവർക്ക് ആർക്കും സംസാരിക്കേണ്ട പോലും ആവശ്യം വന്നില്ല. ഇവരുടെ ഈ ജസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ഇവർക്ക് മനസ്സിലായി. എന്നിട്ട് ഇദ്ദേഹം വരെ ഡോക്ടർ തിരിച്ചറിയാണ് ഈ ഒരു ചെറിയ എമൗണ്ടാണ് അദ്ദേഹം ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മുടെ ഡോക്ടർ തിരിച്ചറിയുകയാണ്. താൻ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അതുപോലെ ഇദ്ദേഹം ഈ യങ് മാന് കൊടുത്ത കുറച്ച് എമൗണ്ടാണ് പിന്നീട് ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു വലിയൊരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് നമ്മുടെ ജോണിനെ മാറ്റിയത്. ഇതാണ് നമ്മുടെ സ്റ്റോറി.